പാട്ട് പാടുന്ന ഡോക്ടർമാരെയൊക്കെ നമ്മൾ കാണാറുണ്ട്. പക്ഷേ സർജറി റൂമിൽ അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ പാട്ട് പാടുന്ന ഒരു ഡോക്ടർ കോട്ടയത്തുണ്ട്. അപ്പോൾ അദ്ദേഹം അങ്ങനെ പരിചിതനാണ് ആളുകൾക്ക്. പക്ഷേ ഇതാ അദ്ദേഹത്തിൻ്റെ ഒരു സർജറി സമയത്ത് അദ്ദേഹം മാത്രമല്ല, ഈ സർജറിക്കായി ടേബിളിൽ കിടക്കുന്ന രോഗിയും കൂടി പാട്ടുപാടിയാണ്. അങ്ങനെ പാട്ടുപാടി ഒരു സർജറി പൂർത്തിയാക്കുന്ന കാഴ്ചയാണ് കാണാം. നമ്മൾ കഴിഞ്ഞ ആഴ്ചയാണ് നമ്മൾ ആ സർജറി ചെയ്തത്. നമ്മുടെ ഒരു 74 വയസ്സുള്ള അമ്മ കൈയുടെ കുഴയുടെ എല്ല് പൊട്ടി ഒരു 4-5 പീസായിട്ട് വന്നിരുന്നു. സാധാരണ നമ്മൾ സർജറി ചെയ്യുമ്പോൾ കൈ തരിപ്പിക്കാറുണ്ട്. കൈ തരിപ്പിച്ചിട്ട് ചെയ്യാൻ പറ്റും, പിന്നെ കുറച്ച് ബോധം കെടുത്തും. പക്ഷേ അമ്മയുടെ കാര്യത്തിൽ നമ്മൾ ബോധം കെടുത്തില്ല, കൈ മാത്രമേ തരിപ്പിച്ചുള്ളൂ. അപ്പം പുള്ളി കോൺഷ്യസ് ആയിരുന്നു. എന്ന് വെച്ചാൽ നല്ല ബോധത്തോടു കൂടി അമ്മ ഇരുന്നത്. വീണ സമയത്ത് നമ്മളിങ്ങനെ സംസാരിച്ചപ്പോൾ അമ്മ നല്ലൊരു പാട്ടുകാരിയാണെന്ന് പറഞ്ഞു, നല്ല കരോൾ ഗാനങ്ങളൊക്കെ പാടുന്ന അപ്പം നമ്മൾ വെറുതെ ഒരു ഇൻട്രസ്റ്റിൻ്റെ പുറത്ത് നമ്മളിങ്ങനെ പറഞ്ഞു, അമ്മേ എന്നാൽ പാട്ട് പാടിക്കോ എന്ന് പറഞ്ഞു. ഞങ്ങളൊരു 45 മിനിറ്റും പാട്ട് പാടിയായിരുന്നു. അപ്പോൾ കുറേ പാട്ടുകൾ അമ്മ ഇങ്ങനെ പാടി, ഞാൻ ഇടയ്ക്ക് കൂടെ പാടി. അപ്പോൾ അതിൻ്റെ ഒരു കൗതുകം വന്ന സ്ഥിതിക്ക് നമ്മുടെ വെളിയിൽ നിന്നൊരു നേഴ്സ് പറഞ്ഞു ഞാനിതൊന്ന് വീഡിയോ എടുത്തോട്ടെ എന്ന് ചോദിച്ചാൽ വീഡിയോ എടുത്തു. അപ്പം പേഷ്യൻ്റെ മുഖം ഒന്നും കാണിക്കുന്നില്ല, നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ നിന്നൊരു വീഡിയോ കാണിക്കുന്നുള്ളൂ. പക്ഷേ അതൊരു വലിയ കൗതുകമായി മാറി. അപ്പം ഞങ്ങൾ രണ്ടുപേരോട് പാടുന്നത് ഇപ്പം നമ്മളങ്ങനെ കോൺഷ്യസ് ആയിട്ട് പാടിയൊന്നുമല്ല, ചുമ്മാ അങ്ങ് പാടിയപ്പോൾ അതൊരു കൗതുകമായി, അതൊരു റീലായി. ഞാൻ ചുമ്മാ എൻ്റെ ഇൻസ്റ്റയിലിട്ടു, അതിങ്ങനെ കയറി കത്തി വലിയ വൈറലായി പോയെന്ന് പറയുന്നു. അങ്ങനെ കയറി കത്തി വൈറലായി. തീർച്ചയായും നമ്മൾ നേരത്തെ ചില ഇൻസ്ട്രുമെൻറ്റ്സ് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല, ചെറിയൊരു ഓർമ്മയുള്ളതാണ്. തത്സമയത്തിൽ തന്നെ പങ്കുവച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരു ഇൻസ്ട്രുമെൻ്റ് വായിക്കുന്ന ഒരാൾ, അതായത് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ എവിടെയോ സർജറി ചെയ്യുമ്പോൾ അദ്ദേഹം ഒരു ഇൻസ്ട്രുമെൻ്റ് വായിക്കണം. ഇങ്ങനെ ചില കാഴ്ചകളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ശ്രദ്ധേയമാകുന്നത്. അപ്പോൾ ഷിനോജ് ജസ്റ്റ് പറയും. ഷിനോജ്, എനിക്ക് തോന്നുന്നു ആ ഡോക്ടർക്ക് അതൊരു പരിചിതമാണ്, അമ്മയ്ക്കും അതൊരു ഒരു കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് അല്ലെങ്കിൽ വല്ലാതെ പേടിച്ചു പോകുന്ന ഒരു ഘട്ടത്തിൽ പാട്ടൊക്കെ പാടിയിരിക്കും. പ്രത്യേകിച്ചും ഒരു ഭക്തിഗാനങ്ങളാണ് പാടുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ആ ഒരു വിശ്വാസത്തിൻ്റെ ഒരു ബലത്തിൽ കൂടി ആ ഒരു ആരോഗ്യസ്ഥിതിയെ മറികടക്കാനും കഴിയും. ആശുപത്രിയിലെ ഇഞ്ചക്ഷനെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് പേടിയാണ്. അപ്പോഴാണ് ഇത്തരത്തിൽ ഈ ഓപ്പറേഷൻ തിയേറ്ററിനെ കുറിച്ചൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ മാനസികാവസ്ഥ എത്രത്തോളം ഉണ്ട് എന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഓപ്പറേഷൻ തിയേറ്ററാണ്, എന്തൊക്കെ നമ്മൾ ചെയ്യുമെന്ന് നമുക്ക് തന്നെ ഊഹമില്ല. ആ ഒരു അവസ്ഥയിലാണ് ഇത്തരത്തിൽ ഒരു 55 വയസ്സുകാരി കോട്ടയം ഭാരത് ഹോസ്പിറ്റലിൽ കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഈ സർജറിക്ക് വേണ്ടി അവിടെ എത്തുന്നത്. കൈക്ക് പൊട്ടലുണ്ട്, അതിനൊരു 4-5 പൊട്ടലുള്ളതിനെ കൂടാണ് ഇത്തരത്തിൽ ഈ സർജറിക്ക് വേണ്ടി ഈ 55 വയസ്സുകാരി അവിടേക്ക് എത്തുന്ന സമയത്ത് തന്നെ ഡോക്ടർക്ക് ഈ അമ്മച്ചി പാട്ടുകാരിയാണ് എന്ന കാര്യം അവർക്കറിയാമായിരുന്നു. അങ്ങനെ ഈ സർജറി ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിൽ മയക്കുന്ന പരിപാടിയുണ്ട്. പക്ഷേ അങ്ങനെ വലിയ രീതിയിൽ മയക്കിയില്ല. അങ്ങനെ ഈ അമ്മച്ചി അവിടെ ഈ ഡോക്ടർ തന്നെ പറയുന്നു ഇത്തരത്തിൽ പാട്ട് പാടാമെന്ന് ചോദിക്കുന്നു. അപ്പോൾ അമ്മച്ചി തിരിച്ച് പറയുന്നു ഡോക്ടർ കൂടെ പാടാമെങ്കിൽ ഞാൻ ഓക്കെയാണ്. അങ്ങനെ ഈ അമ്മച്ചി നേരത്തെയൊക്കെ തന്നെ പള്ളിയിലുമൊക്കെ തന്നെ ഇത്തരത്തിൽ കരോൾ ഗാനങ്ങളൊക്കെ തന്നെ പാടുന്നതിൽ വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു മെമ്പർ കൂടിയാണ് ഈ അമ്മച്ചി എന്ന് പറയുന്നത്. അപ്പോൾ അമ്മച്ചി പാടുന്നു, തുടർന്ന് ഈ ഡോക്ടർ കൂടെ പാടുന്നു. അത് ഈ സർജറി എന്ന് പറയാൻ കഴിയില്ല, കാരണം ഈ സർജറിക്കൊപ്പം ഇതൊരു ഗാനമേള പോലെ ഒരു പാട്ട് പോലെ അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അതേ സമയത്ത് തന്നെ കൂടെ ഉണ്ടായിരുന്ന നേഴ്സ് ഈ ദൃശ്യങ്ങളൊക്കെ തന്നെ വീഡിയോയിൽ പകർത്തുന്നു, അത് റീലിലാക്കുന്നു, അത് ഇൻസ്റ്റാഗ്രാമിൽ വൈറലാകുന്നു. അങ്ങനെയാണ് നമ്മൾ ഡോക്ടറെ കാണുന്നതും ഗണേഷ് ഡോക്ടറുമായി ഇതൊക്കെ തന്നെ സംസാരിക്കുന്നത്. ഡോക്ടർ തന്നെ പറയുന്നത് ഈ വിദേശ രാജ്യങ്ങളൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ഈ സർജറി പരീക്ഷണങ്ങൾ, അതായത് ഈ സർജറിക്കൊപ്പം ഈ സംഗീതം കൂടി ഉൾപ്പെടുത്തിയുള്ള പരീക്ഷണങ്ങളൊക്കെ തന്നെ നിലവിലുണ്ട്. ഇതിൻ്റെ ഒരു ഭാഗം, ഒരു വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ കോട്ടയം ഭാരത് ഹോസ്പിറ്റലിൽ കഴിഞ്ഞ ദിവസം നടന്ന ഈ സർജറിയായി. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. എനിക്ക് തോന്നുന്നു അമ്മയ്ക്ക് കുറച്ചുകൂടി റിലാക്സ്ഡ് ആയിട്ട് പെട്ടെന്ന് ഇതിൽ നിന്നൊരു മുക്തി നേടാനും ഒക്കെ ഇത് കഴിയും. കാരണം അല്ലെങ്കിൽ സർജറി എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സൂചി എടുക്കുന്നു പറയുമ്പോൾ തന്നെ പേടിക്കുന്ന ആളുകളുണ്ട്. അവരെ കുറച്ച് കൂളാക്കി ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന വലിയ കാര്യമാണ്. അപ്പോൾ ഡോക്ടർ ആ രീതി തുടരട്ടെ. ഇനിയിപ്പോൾ ചിലപ്പോൾ വിമർശനങ്ങളൊക്കെ ഉണ്ടാകും, ഇത് ഇത്രയും ഗൗരവമുള്ള കാര്യം ചെയ്യുമ്പോൾ പാട്ട് പാടിയിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ശ്രദ്ധ ഉണ്ടാവും എന്നൊക്കെ ചിലർ ചോദിക്കുമായിരിക്കും, എനിക്കറിയില്ല. എന്തായാലും നമ്മൾ ഡോക്ടറിനെയും ആ കാഴ്ചയെയും വിശ്വാസത്തിലെടുക്കുക എന്നതാണ്. അവർ വളരെ കംഫർട്ടബിൾ ആയിരുന്നു അതിൽ, ആ രോഗിക്കും വളരെ സുഖം
മനോഹരമായ രീതിയിൽ ചികിത്സ കിട്ടി, ഡോക്ടറും ഓക്കെയാണ്. അപ്പോൾ അവർക്ക് ഓക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ തുടരട്ടെ. കൂടുതൽ ആളുകൾക്ക് അല്ലേ ഒരു രോഗികളുടെ ഒരു ഭയപ്പാടിനെ മാറ്റി നിർത്തി, പലപ്പോഴും നമുക്കറിയാം ചില ആശുപത്രികളിലൊക്കെ സംഗീതം വാർഡുകളിൽ കേൾപ്പിക്കുക, ആളുകളെ ഒന്ന് റിലാക്സ്ഡ് ആക്കാൻ സംഗീതത്തിനുള്ള അത്ര കഴിവ് വേറെ ഒന്നിനുമില്ല. അപ്പോൾ അതുകൊണ്ട് അതും കൂടെ ചേർത്ത് പിടിക്കുന്ന മനോഹരമായ ഒരു എക്സ്പീരിയൻസ് നമ്മൾ കണ്ടു.